എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ ആയുർവേദാരോഗ്യം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മീൻസ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 95% ആളുകൾ, ഞാൻ എൻ്റെ ഒരു ഒബ്സർവൻസ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്, ചെയ്യുന്ന ഒരു തെറ്റായ ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പോയിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയിട്ട് ചെയ്യുന്നത് എന്താ, ചായയോ കാപ്പിയോ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളാണ് ആദ്യം തന്നെ കുടിക്കുന്നത്. എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ തകിടം മറിക്കുന്ന ഏറ്റവും റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മൾ എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമാണ് ആദ്യം കുടിക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് കോഷ്യസ് ആവേണ്ടത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ആൽക്കലൈൻ ആണോ എന്നാണ് എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത്. അതായത് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വീണ്ടും അസിഡിക് ആയിട്ടുള്ള പാനീയങ്ങൾ കുടിച്ചിട്ട് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ തലേദിവസം ഒരു 8:30, 9 മണി 10 മണിയുടെ ഉള്ളിൽ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. രാത്രിത്തെ ആഹാരം കഴിച്ച് അതിനെയൊക്കെ ദഹിപ്പിച്ചിട്ട് രാവിലെ വയറൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സാധാരണ ആവറേജ് ഒരു നോർമൽ ആളാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി ആസിഡ് HCl എത്ര കോൺസെൻട്രേറ്റഡ് ആണ് നമുക്കറിയാം അല്ലേ. ആ HCl ഓൾറെഡി നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാവും. അതിൻ്റെ കൂടെയാണ് വീണ്ടും നമ്മുടെ അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ കുത്തിക്കയറ്റുന്നത്. അത് ക്രമേണ ഇന്നിപ്പോൾ ചായ കുടിച്ചുകൊണ്ട് നാളെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബട്ട് ക്രമേണ ഇത് നമ്മുടെ ബ്ലഡിനെ അസിഡിക് ആക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും വയറ് സംബന്ധമായി പ്രശ്നം ഉണ്ടാവും, നെഞ്ചരിച്ചിലുണ്ടാവും, അങ്ങനെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം, മീൻസ് സിംറ്റംസ് ഉണ്ടാവാമെന്ന് ഞാനിവിടെ പറയണില്ല. അപ്പോൾ ഇനി എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം, അത് എന്താ പറയുക, സ്പീഡിൽ കുടിക്കരുത്. ആ ജലത്തിനോടൊക്കെ ഒന്നൊരു നന്ദിയൊക്കെ പറഞ്ഞ് ഒരു സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്ത് ചെയ്യുക, ഈ വെള്ളം ആചമനം എന്നാണ് പറയുക. നമ്മൾ പതിയെ സിപ്പായിട്ട് കുടിക്കുക. നമുക്ക് പല കാര്യങ്ങൾക്കും സമയമില്ല അല്ലേ. അപ്പോൾ നമ്മളുണ്ടെങ്കിലേ എല്ലാതും ഉള്ളൂ. അപ്പോൾ അതിന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാനുള്ളൊരു ശ്രദ്ധ ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളിത് ചെയ്ത് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.